Hello everyone, hi, good morning. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ടോപ്പിക്ക് വൊക്കാബുലറി വെച്ചിട്ട് അങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ വൊക്കാബുലറി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇഡിയംസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ എക്സാമുകൾക്കും ഇന്ന ക്ലാസ്സുകളൊന്നും ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഇന്ന എക്സാമുകളൊന്നും ഞാൻ പറയില്ല, എല്ലാ എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു സംസാരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ സംസാരത്തിൽ, നമ്മുടേതായ റീജിയണൽ ടോക്സിൽ, നേറ്റീവ് സ്പീക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് യൂസേജ് ആണ് ഈ പറയുന്ന ഇഡിയംസ് എന്ന് പറയുന്നത്. ഇഡിയംസിന് ഇൻഡയറക്റ്റ് മീനിങ് ആണ്. ഡയറക്റ്റ് മീനിങ് ഉള്ള ഒരു വേർഡ് അല്ല ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് അല്ല ഇഡിയം എന്ന് പറയുന്നത്. സോ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് എന്നതിനെ നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതിന് ഡിഫറെൻറ്റ് മീനിങ് ആണ്, ഡയറക്റ്റ് മീനിങ് കൊണ്ടുവരുന്ന സംഗതി അല്ല. അത് ഓൾറെഡി നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇഡിയംസിൻ്റെ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോഴും നിങ്ങൾ കണ്ടു കാണും. ഇൻഡയറക്റ്റ് മീനിങ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പല എക്സാമുകൾക്കും നമ്മൾ കേട്ട് പരിചയമുള്ള. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാണാനോ കേൾക്കാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, സ്റ്റക്ക് ആവുന്നുണ്ടോ? ഒരു സെക്കൻഡേ. ഓക്കെ, തിരിച്ചു വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണേ. നമ്മളപ്പോൾ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആയി. ക്ലാരിറ്റിയോടെ എന്നെ കാണാനും കേൾക്കാനും ഞാൻ പറയുന്നത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നേരെ തുടങ്ങാം. ഇഡിയംസ് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, യെസ്. പിൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ ഇതിനെ പോവാം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറാവും. ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താ പറയുക, ക്വിസ് രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിയോടെ വരും. നോക്കുക, ഷി വിസിറ്റ്സ് ഹെർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഒരുപാട് എക്സാമിന് റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചൊരു വാക്കാണ്, ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഫൈൻഡ് ദ മീനിങ് ഓഫ് ദി ഇഡിയംസ് ഇൻ കോട്ട്സ്. സെൽഡം, വൺസ് ഇൻ എ മന്ത്, എവറി ഡേ, നൺ ഓഫ് ദി അബവ്. ഏതാ ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ട ഒരു ഇഡിയമാണിത്. ആൻസർ വരട്ടെ കേട്ടോ. ആ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ വല്ലപ്പോഴും വളരെ വിരളമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയാം അല്ലേ? ഏറ്റവും കോമൺ ആയിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. സോ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് ഇത്രേ ഉള്ളൂ. സെൽഡം, ഇല്ല, കാണാറില്ല അല്ലേ?
വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ വല്ല കാലത്തും കണ്ടാ കണ്ടു എന്ന് പറയാം. സെൽഡം, സെൽഡം അല്ലെങ്കിൽ റെയർലി അല്ലെങ്കിൽ നമ്മൾ പറയലേ മിയർലി, അങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ അർത്ഥം തന്നെ ഹാർഡ്ലി എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം. നെഗറ്റീവ് കൊണോട്ടേഷൻ വരുന്ന യൂസേജ്, അതാണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത് നോക്കിയേ. ദി ഇഡിയം ക്യാച്ച് എ ടാറ്റ മീൻസ് വാട്ട്? ടു ക്യാച്ച് എ ടാറ്റ ഇഡിയമാണ് ടു ക്യാച്ച് എ ടാറ്റ. എന്താ അതിന്റെ അർത്ഥം? ടു ക്യാച്ച് എ ടാറ്റ എന്ന് പറഞ്ഞ ഇഡിയത്തിന്റെ അർത്ഥം എന്താ? പലപ്പോഴും SSC എക്സാമുകൾക്കൊക്കെ വന്നിട്ടുണ്ട് ഈ സംഗതി. ടു ക്യാച്ച് എ ടാറ്റ. പറഞ്ഞോളൂ. ടു ക്യാച്ച് എ ടാറ്റ. To meet with disaster, to find one's roots, to gain prominence, to catch a dangerous person. To meet with disaster, എയും ഡിയും ആണ് മാറി മാറി പറഞ്ഞേക്കുന്നത്. ഞാനത് പറയാം, കോർഡിനേറ്ററോട് പറയാം കേട്ടോ. ഞാൻ നിങ്ങളുടെ സജഷൻ കേട്ടു, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താണല്ലോ. ഐ ജസ്റ്റ് ടോക്ക് ടു ഹിം ആൻഡ് ഐ ടെൽ. ഓക്കെ, ഞാൻ എന്തായാലും പറയാം, ടെൽ യു. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാച്ച് ടാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു മീറ്റ് വിത്ത് ഡിസാസ്റ്റർ അല്ല, ഏകദേശം ആ മീനിങ് ഉണ്ട്. ടു ക്യാച്ച് ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു എൻകൗണ്ടർ എ പേഴ്സൺ ഹു ഇസ് മോർ പ്രോമിനന്റ്, അല്ലെ നമ്മൾ പ്രോമിനന്റ് അല്ല, ഹു ഇസ് മോർ പവർഫുൾ, നമ്മളെക്കാളും കുറച്ചുകൂടെ ഡേഞ്ചറസ്ലി എന്താണ് ഏബിൾ ആണ് എന്ന ഒരാളാണെങ്കിൽ, നമ്മളെക്കാളും ഭയങ്കര ഡേഞ്ചറസ് ആയ ആളാണ്, അവരെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ ടു ക്യാച്ച് ടാറ്റ എന്ന് പറയുള്ളൂ. സോ ദാറ്റ്സ് ആൻസർ കേട്ടോ. ടു മീറ്റ് വിത്ത് എ ഡിസാസ്റ്റർ അല്ല. അപ്പൊ അടുത്തോട്ട് പോവാം. മേക്ക് ദി കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്. ഈ വേർഡിന്റെ മീനിങ് വരുന്ന സാധനം. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. നമുക്കറിയാലേ, നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ്. ഇറഗുലർ ആയിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന യൂസേജിന്റെ എന്താ മീനിങ് വരുന്ന ഒരു ഇഡിയം പറയൂ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണോ, ഇൻ ഡീപ് വാട്ടർ ആണോ, അതോ ഹെഡ് ഓവർ ഹീൽസ് ആണോ? ഇതെല്ലാം ഇഡിയംസ് ആണേ. ഒരു ഇഡിയം പഠിക്കും, അതിന്റെ ഇത് കണ്ടുപിടിക്കും, ബാക്കിയുള്ള ഇഡിയംസ് ഒക്കെ നിങ്ങൾ നോക്കണം.
ഇത് നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണല്ലേ. നോക്കാം ആൻസർ എന്താണ്. ആൻസർ ഇസ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. പഠനമൊക്കെ നടത്തി എന്നൊക്കെ പറയില്ലേ. ഹീസ് പ്രിപ്പയറിംഗ് ഫോർ PSC എക്സാം അല്ലെങ്കിൽ ഹീസ് പ്രിപ്പയറിംഗ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. റെഗുലർ ആയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യും അല്ലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും. അതാണ് ഇറഗുലർലി. ദാറ്റ്സ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് അതാണ് എൻറ്റയർ ഇഡിയം കേട്ടോ. ഇനി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതൊരു ഇഡിയമാണ്. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ്, എഴുത്തിൽ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇൻ പ്രിന്റ് കേട്ടോ. റൈറ്റിംഗിലോ അല്ലെങ്കിൽ പ്രിന്റിലോ, പ്രിന്റ് ആയിട്ട് ഒരു സാധനം തരണം. യു ഓക്കെ ഐ എഗ്രി ടു ഇറ്റ് വെൻ യു സബ്മിറ്റ് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റൈറ്റിംഗിൽ തരണം എന്ന് പറയില്ല. എഗ്രിമെന്റ് ഒക്കെ തരുമ്പോൾ നമ്മൾ പറയില്ലേ എനിക്കത് എഴുത്താലെ വേണം എന്ന് പറയില്ല. അതാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി ഇൻ ഡീപ് വാട്ടർ. എന്താണ് ഇൻ ഡീപ് വാട്ടറിന്റെ അർത്ഥം എന്ന് അറിയാമോ. ഇൻ ഡീപ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ട്രബിൾ. പെട്ടു മോനെ പെട്ടു, ഇൻ ട്രബിൾ. ഇൻ ഡീപ് വാട്ടർ അതാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുവോ ഞാൻ എന്നൊക്കെ, അങ്ങനെ ഉണ്ടൊക്കെ മലയാളത്തിലൊക്കെ ഒരു എക്സ്പ്രഷൻ ഇല്ലേ. ലിറ്ററലി മലയാളത്തിലും ഇതേപോലെ ഇഡിമാറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്. സിമിലർ ആയിട്ടുള്ള. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു യൂസേജ് ആണ്. പൊതുവെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ. ഐ എം ഹെഡ് ഓവർ ഹീൽസ് ഇൻ ലവ് വിത്ത് ഹിം എന്നൊക്കെ പറയും. അതായത് ഇൻ കംപ്ലീറ്റ്ലി ഇൻ ലവ് വിത്ത് സമ്മൺ എന്നൊക്കെ പറയും. യൂഷ്വലി നമ്മൾ ഈ ലവിന്റെ കേസിലാണ് ഹെഡ് ഓവർ ഹീൽസ്, അങ്ങ് വീണുപോയി, കംപ്ലീറ്റ്ലി വീണുപോയി എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. അപ്പോൾ ശരിക്കും ആ എക്സ്പ്രഷന്റെ അർത്ഥം ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ടോട്ടലി എന്നൊക്കെയാണ്. അല്ലെങ്കിൽ മാഡ്ലിയും പറയാം കേട്ടോ, ഇൻ ലവ്. അപ്പൊ അത് ഓക്കെ അല്ലേ. അടുത്ത പോവാം. ദിസ് എ സേഫ് എൻവയൺമെന്റ്, സോറി they are a safe investment. You can make a killing overnight. ചൂസ് മീനിങ് ഓഫ് ദി ഇഡിയം. ഈ ഭയങ്കര കോമൺ ആയിട്ട് ഈ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഏതാന്നൊക്കെ ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പറയണോ ഇത് കുഴപ്പമില്ല നല്ല ഇൻവെസ്റ്റ്മെന്റാ എന്ന് പറയാറില്ലേ. സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നമുക്ക് നിക്ഷേപിക്കാം, ഷെയർ ഒക്കെ പറയില്ലേ. സോ വാട്ട്സ് ഇറ്റ്. മേക്ക് എ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. മർഡർ എ ഗ്രൂപ്പ്, annihilate your enemies, run away with money, make a huge profit. എന്താണ് മേക്ക് എ കില്ലിംഗിന്റെ അർത്ഥം. പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. PSC വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. SSC എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ ഞാൻ പറയാം. ഐ നീഡ് യു പ്രോമിസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഐ നീഡ് യു വേർഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ്സ് ഗ്രേറ്റ് സെന്റൻസ്. ഓക്കെ യെസ്. സെന്റൻസ് ഫ്രെയിം ചെയ്ത് പൊക്കോട്ടോ. നിങ്ങൾക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യണമെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം. വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. സെന്റൻസ് ഫ്രെയിം ചെയ്യാം. സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ യു വിൽ ലേൺ എ ലോട്ട്. അതാണ് നിങ്ങൾക്ക് അറിയാലോ. സെന്റൻസ് ഫ്രെയിം ചെയ്താലാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ മേക്ക് എ കില്ലിംഗ് പറയൂ. എന്താണ് മേക്ക് എ കില്ലിംഗ്. യു ക്യാൻ മേക്ക് എ കില്ലിംഗ് ഈസിലി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അർത്ഥം എത്ര ഉള്ളൂ. മേക്ക് എ ഹ്യൂജ് പ്രോഫിറ്റ്. അതാണ് മേക്ക് എ കില്ലിംഗിന്റെ അർത്ഥം. മേക്ക് എ ഹ്യൂജ് പ്രോഫിറ്റ്, ഗെയിൻ എ ഹ്യൂജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മേക്ക് എ ഹ്യൂജ് പ്രോഫിറ്റ് കേട്ടോ. അതാണ് മേക്ക് എ കില്ലിംഗിന്റെ അർത്ഥം. ഓൾറെഡി നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം. സെന്റൻസിൽ ആയിരുന്നെങ്കിൽ ഇറ്റ്സ് ഈസി അല്ലേ. ദേ ആർ സേഫ് ഇൻവെസ്റ്റ്മെന്റ്, യു ക്യാൻ മേക്ക് എ കില്ലിംഗ് ഓവർനൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവര് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരെ കൊല്ലാന്നോ അല്ലെ എനിമീസിനെ ഇതാക്കാന്നോ പൈസ വെച്ച് ഓടിക്കളയാന്നോ ഒന്നും അല്ല പറയണേ അല്ലേ. സോ കോണ്ടെക്സ്റ്റുവൽ മീനിങ്ങിൽ കിട്ടാൻ പറ്റും. സെന്റൻസ് കിട്ടിയ ഭാഗ്യം. സെന്റൻസ് അല്ലാതെ നിങ്ങളോട് ഒറ്റയ്ക്ക് ചോദിക്കുവാണെങ്കിൽ യു ഹാവ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ അത്രൂ. സെന്റൻസ് ആണെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ മീനിങ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അതാ ഡിഫറൻസ്. ഓക്കെ അപ്പൊ അടുത്തോട്ട് പോവാം. സെലക്ട് ദി മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. There is no cut and dried method for doing this. Definite, ready-made, honest, understandable. എന്താണ് cut and dried എന്ന് പറയുന്നതിന്റെ അർത്ഥം. cut and dried ഒരു കോമൺ എക്സ്പ്രഷൻ ആണ്. cut and dried ഭയങ്കര കോമൺ എക്സ്പ്രഷൻ ആണ്.
ആ കട്ട് ആൻഡ് റൈറ്റിന്റെ അർത്ഥം പലരും പറയുന്നത് റെഡിമെയ്ഡ് ആണ്. റെഡിമെയ്ഡ് അല്ല, റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറൊന്നുമില്ല. അത് അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. ഷീ ഈസ് എ ഹാൻഡ്ഫുൾ. ദ ഇഡിയം a handful means a capable person, a difficult person to deal with, committing blunders, highly profitable person. She is a handful. എന്താ അർത്ഥം? ഡെഫിനിറ്റ് എന്ന അർത്ഥം വരുമ്പോൾ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലെങ്കിൽ പ്ലെയിൻ. ഒരു പ്ലെയിൻ മെത്തേഡ്, കൃത്യമായിട്ടൊരു പ്ലെയിൻ കൃത്യതയായിട്ടുള്ള മെത്തേഡ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയണത്. അതേപോലെ സോ ഇത് നമ്മുടെ ഹാൻഡ്ഫുൾ, യെസ് അത് പറയും. സ്റ്റക്ക് ആയല്ലേ? ഞാൻ തിരിച്ചു വന്നു, എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ. മഴയുടെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. നെറ്റ് ഓടിക്കളിക്കുകയാണ്, ചിലപ്പോൾ അതാവാം. ഒരു സെക്കൻഡേ. ഇപ്പോൾ ഓക്കെ ആയോ? ഞാൻ തിരിച്ചു വന്നോ? കണ്ടിന്യൂ ചെയ്യാവോ? സോറി കേട്ടോ, മഴയുടെ ഒരു പ്രശ്നം കൊണ്ട്. നമ്മൾ മലയാളത്തിൽ ഇതേ ഒരു ഇടിയമുണ്ട്. എന്താ അർത്ഥം എന്നറിയോ? ഒരു നടക്ക് പോവില്ല, ഇവളൊരു നടക്ക് പോവില്ല. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഒരു നടക്ക് പോവില്ല. നമ്മൾ പറയാറില്ലേ, ഇവളെ കൊണ്ട് തോറ്റു, ഇവളൊരു നടക്ക് പോവില്ല. കേട്ടിട്ടല്ലേ? അതാണ് മീനിങ്. നമ്മളൊരു വ്യക്തിയെ കൊണ്ട് ഇവളെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, അല്ലേ? ഷീസ് എ ഹാൻഡ്ഫുൾ മീൻസ് ഐ ആം നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഹർ, അല്ലേ? ഐ എം നോട്ട് ഏബിൾ ടു ഡീൽ വിത്ത് ഹർ. എനിക്ക് ഇവളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഷീസ് എ ഡിഫിക്കൽട്ട് പേഴ്സൺ, ഷീസ് എ വെരി ഡിഫിക്കൽട്ട് പേഴ്സൺ ടു മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളല്ലേ. ഷീസ് എ ട്രബിൾ, അല്ലേ? ഷീസ് എ ട്രബിൾ മേക്കർ ആൻഡ് ഐ എം നോട്ട് ഡൈയിങ് ഡക്കിന് തണ്ടർസ്റ്റോം പോലെ എന്ന് പറഞ്ഞ അർത്ഥം. ഡിജക്റ്റഡ്, കോൺഫിഡൻറ്റ്, ഡെയറിങ്, കംഫർട്ടബിൾ. ഒന്ന് കോണ്ടെക്സ്ച്വലി ചിന്തിച്ച് നോക്കിയേ, ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഡൈയിങ് ഡക്കിനെ തണ്ടർസ്റ്റോം എന്ന് പറഞ്ഞാൽ ഡിജക്റ്റഡ് ആണോ, അതോ കോൺഫിഡൻ്റ് ആണെന്നാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഡെയറിങ് ആണെന്നാണോ, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെന്നാണോ? നമുക്ക് ഏതാ പറയാ?
ഞാൻ ആൻസർ പറഞ്ഞത് കറക്റ്റ് ഇവിടെ കിട്ടിയായിരുന്നോ? കട്ട് ആൻഡ് ഡ്രൈഡ് എന്നതിൻ്റെ ആൻസർ കിട്ടിയായിരുന്നോ? ഡെഫിനിറ്റ് എന്നാണ് അർത്ഥം. അത് കട്ടായി പോയെന്ന് എനിക്ക് തോന്നുന്നു. കട്ടായി പോയെന്ന് ഇപ്പോൾ എന്നോട് കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ കട്ട് ആൻഡ് ഡ്രൈഡിൻ്റെ അർത്ഥം ഡെഫിനിറ്റ് എന്നാണ്. അർത്ഥം ക്ലിയർ, ഒരു ക്ലിയർ മെത്തേഡൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മെത്തേഡ് ഇല്ല എന്നാണ് കട്ട് ആൻഡ് ഡ്രൈഡ് എന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഇതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്ത ലൈക്ക് കോൺഫിഡൻറ്റും ഡെയറിങ്ങും കംഫർട്ടബിളും എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, പോസിറ്റീവ് മീനിങ് വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഡിജക്റ്റഡിന്റെ അർത്ഥം എന്താ? ഡിജക്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹോപ്പ്ലെസ്ലി സാഡ്, അതായത് ഒരു ഹോപ്പും ഇല്ല, ഇനിയിപ്പോൾ എന്നെ രക്ഷിക്കാൻ, ഡിപ്രസ്ഡ് ആവുന്ന അവസ്ഥയിൽ. ദാറ്റ് ഇസ് വാട്ട് ഡിജക്റ്റഡ് ഇസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. ദാറ്റ്സ് ഇറ്റ്. അവിടെ ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞതിൽ. ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോവാം. അടുത്ത ടു പെഡൽ വൺസ് ഓൺ കാനു. പെഡൽ വൺസ് ഓൺ കാനു. എന്താ പെഡൽ വൺസ് ഓൺ കാനു? പെഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ പെഡൽ ചെയ്യുക പറയില്ലേ? സൈക്കിൾ ഇങ്ങനെ ചവിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ബോട്ടൊക്കെ ഓടിക്കുമ്പോൾ ദർ ഇസ് പെഡൽ അല്ലേ? പെഡൽ ചെയ്യുക ആൻഡ് പെഡൽ ഉണ്ട് അല്ലേ? സൈക്കിളിൽ പെഡൽ ഉണ്ട്. സെയിം വേയിൽ നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോഴും പെഡലുണ്ട്. സോ ടു പെഡൽ വൺസ് ഓൺ കാനു എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സസൈസ് ഹാർഡ്, ടു ടേക്ക് റെസ്റ്റ്, ടു ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ്, അല്ലെങ്കിൽ ടു ആക്ട് ഇൻ എ ചൈൽഡിഷ് വേ. എന്താണ് ടു പെഡൽ വൺസ് ഓൺ കാനു എന്ന് പറഞ്ഞാൽ? കോണ്ടെക്സ്ച്വലി ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവേ. ജസ്റ്റ് ഒന്ന് കോണ്ടെക്സ്ച്വലി ആലോചിച്ച് നോക്കൂ. വാട്ട് ഇസ് ടു പെഡൽ വൺസ് ഓൺ കാനു? നമ്മൾ നെറ്റിൻ്റെ ഇത് വരുന്നതുകൊണ്ട് ഒരു ലാഗ് വരുന്നുണ്ടാവേ, കുറച്ചൊരു സെക്കൻഡ്സ്, കുറച്ചധികം സെക്കൻഡ്സ് ലാഗ് വരുന്നുണ്ടാവേ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആൻസർ ചിലപ്പം എത്തുന്നത് വളരെ ലേറ്റ് ആയിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വരുമ്പോൾ ഭയങ്കര ലാഗ് തോന്നിക്കുവേ. ഇന്നത്തെ ഒരു കാര്യം നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. സോ ആൻസർ ഇസ് ടു ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ്. സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യത്തിൽ വേറെ ആരും ഇൻഡിപെൻഡൻറ്റ്, എന്താ പറയുക, ടു ബി ഇൻഡിപെൻഡൻറ്റ്. അതാണ് അർത്ഥം. ടു ഡിപ്പെൻഡ് ഓൺ വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻഡിപെൻഡൻറ്റ്. വേറെ ആരും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യം നോക്കും. ടു പെഡൽ വൺസ് ഓൺ ക്യാൻ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കാര്യമാണ്, ഐ എം ദ വൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അതാണ് കേട്ടോ. ടു ബി ഇൻഡിപെൻഡൻറ്റ്, അതാണ് അർത്ഥം. ടു ബി ഇൻഡിപെൻഡൻറ്റ്, വേറെ ആളുടെ ആവശ്യമില്ല, സ്വന്തമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ടു ബി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം. സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ്. ഇഡിയം നോക്കുക. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് നത്തിങ് സീംസ് ടു ബി ഫിഷി അബൌട്ട് ദ മാറ്റർ. On the face of it, nothing seems to be fishy about the matter. From facial expressions, what appears on the surface in comparison on deeper scrutiny. ഇതൊരു ഫോർമൽ ആയിട്ടുള്ള ഇഡിയം ആണ്. ഞാനത് എടുത്ത് പറയാം. ടു ബി എ ഫോർമൽ ഇഡിയം. ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്
ഫോമൽ ആയിട്ടുള്ള ഒക്കേഷൻസിലാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ, അത് നേറ്റീവ് സ്പീക്കിങ്ങിലാണെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാത്തൊരു ഇഡിയമാണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്. എന്താണ് അർത്ഥം? നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എഡിറ്റോറിയൽ ഒരുപാട് തവണ വന്നിട്ടുള്ള വേർഡാണ്. അപ്പോൾ എന്താണ് ടു എന്താ പറയാ, അല്ല ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അതേപോലെ വരുന്നൊരു വാക്കാണ് ഇവിടെ നമ്മുടെ ഇത് എന്താ പറയാ, ബി ഫിഷി അല്ലെ, സംതിങ് ഫിഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. സംതിങ് ഫിഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫിഷി ആയിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. ദാറ്റ് മീൻസ് സസ്പീഷ്യസ് ആയ എന്തോ കേട്ടോ. ഇറ്റ് സീംസ് ടു ബി ഫിഷി എന്ന് പറഞ്ഞാൽ ഇറ്റ് സീംസ് ടു ബി സസ്പീഷ്യസ്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ എന്നാണ് അർത്ഥം കേട്ടോ. സസ്പീഷ്യസ്, ഒരു വശപശക്. ഓക്കെ, ഓർത്ത് വെച്ചണം, ഒരു വശപശക, അതാണ്. ഓക്കെ, ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ല, ഫ്രം ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ല, വാട്ട് അപ്പിയേഴ്സ് ഓൺ സർഫസ്. അപ്പൊ പുറമേ, അതായത് പെരിഫറലി പുറമേ എങ്ങനെയാ തോന്നുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. അല്ലാതെ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പുറമേ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള അർത്ഥം. വാട്ട് അപ്പിയേഴ്സ് ഓൺ ദ സർഫസ്, പുറമേ പെരിഫറൽ ആയിട്ട് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് നത്തിങ് സീംസ് ടു ബി ഫിഷി അബൌട്ട് ദ മാറ്റർ. അത് പുറമേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എനിക്ക് സസ്പീഷൻ ഒന്നും തോന്നുന്നില്ല, എനിക്ക് സംശയം തോന്നുന്നില്ല എന്ന് പറയില്ലേ, അതാണ് ഈ ഒരു അർത്ഥം ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് കേട്ടോ. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് മറക്കല്ലേ. അടുത്തത്, all the talk about his huge mansion and flourishing business was an eyewash. All the talk about his huge mansion and flourishing business was an eyewash. എന്താണ്? a deception, a good offer, a pleasant news, a truth revealed. എന്താണ് an eyewash എന്ന് പറഞ്ഞാൽ? eyewash, യെസ്. eyewash എന്ന് പറഞ്ഞ അർത്ഥം a deception, ഒരു കള്ളം, ഒരു ചതി എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചതിയാണ്. സോ അവന്റെ ഈ പറഞ്ഞ ഹ്യൂജ് മാൻഷൻ ഉണ്ടെന്നും ഫ്ലറിഷിംഗ് ബിസിനസ് ഉണ്ടെന്നും പറഞ്ഞൊക്കെ വെറൊരു ചതിയായിരുന്നു, ഒരു കള്ളത്തരമായിരുന്നു എന്നുള്ളത്, പൊയ്യായിരുന്നു എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം, ഡിസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയില്ലേ, അർത്ഥം കേട്ടോ. ഇറ്റ് വാസ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ, മിസ്ലീഡിങ് ഇൻഫോ കേട്ടോ, ഓർത്തു. അടുത്തത്, select the most appropriate meaning of the given idiom. Get out of hand, get out of control, to complete a task, get upset, give up something. എന്താണ് get out of hand എന്ന് പറഞ്ഞാൽ? get out of hand phrasal verb അല്ല കേട്ടോ ഇവിടെ. phrasal verb അനുസരിച്ച് get out, get in ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് get out of hand എന്താ അർത്ഥം? ഇതേ മീനിങ് വരുന്ന വേറൊരു ഇഡിയം കൂടി ഉണ്ട്, ഞാൻ ആ ഇഡിയം കൂടി എഴുതാം ഇത് കഴിഞ്ഞിട്ട് ആൻസർ പറഞ്ഞു തരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ, ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് പറയും? മലയാളത്തിൽ നമ്മൾ ഇതിനെ പറഞ്ഞാൽ എന്ത് പറയും? അല്ലെ, കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത് എന്ന് പറയില്ലേ. നമ്മൾ കേട്ടിട്ടുള്ള യൂസേജ് അല്ലേ, കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നേ പറയില്ലേ. ആ സാധനം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നതെന്ന് പറയുന്ന ഒരു ഇഡിയം എന്താ? കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നേ എന്നുള്ള ഇഡിയം എന്താണ്? കോമൺലി പറയുന്നത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് അല്ലെ, ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് നമ്മൾ അതിന് പറയാം. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. ലിറ്ററലി അതാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. ലിറ്ററലി ഇൻ ദ സെൻസ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കയ്യിൽ നിന്ന് പോയി തോന്നുന്നു അല്ലെ, അതിന്റെ അർത്ഥം ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ.
അല്ലേ? ഗെറ്റ് ഓഫ് ടു കൺട്രോൾ, കയ്യിൽ നിന്ന് പോയി, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അതേ മീനിങ് വരുന്ന വേറൊന്ന് പറയാം, ഗെറ്റ് ഓഫ് ദി ഹാൻഡിൽ. ഗെറ്റ് ഓഫ് ദി ഹാൻഡിൽ ഇതേ മീനിങ് വരുന്ന ഇഡിയമാണ്. ഇതൊരു ഇഡിയം തന്നെയാണ്, സിമിലർ മീനിങ്ങിലുള്ള ഒരു ഇഡിയമാണ്. ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാലും ഗെറ്റ് ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാലും സെയിം മീനിങ്, കയ്യിൽ നിന്ന് പോയി കേട്ടോ, കയ്യിൽ നിന്ന് പോവുക. ഓക്കെ, മീനിങ് ക്ലിയർ അല്ലേ? ഈ രണ്ട് ഇഡിയം ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്ത കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്. വളരെ കോമൺ എക്സ്പ്രഷൻ ആണ്. പി എസ് സി ഒക്കെ തകൃതിയായിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. SS-യിൽ പരമാവധി വട്ടം ചോദിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇഡിയം, ഈ ഇഡിയം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്, ഹൈക്കോർട്ടിൽ വന്നിട്ടുണ്ടെന്ന് PYQ ആയിട്ട്. ഈസി ടു ഒബ്റ്റെയിൻ, റെയർലി അവൈലബിൾ, നത്തിങ് ടു ലൂസ്, വെരി എക്സ്പെൻസീവ്. എന്താണ് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞത്? കേട്ട് പറ്റുന്നുണ്ടല്ലോ? യെസ്, വെരി എക്സ്പെൻസീവ് അല്ലേ എൻ്റെ പൊന്നെ അല്ലേ? ദിസ് കാർ കോസ്റ്റ് മീ ദിസ് കാർ കോസ്റ്റ് മീ an arm and a leg എന്ന് പറഞ്ഞാൽ, ഓർ ദിസ് കാർ കോസ്റ്റ്, ദിസ് മാൻഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ ദിസ് ഹൗസ് കോസ്റ്റ്, അല്ലെ ദിസ് അപ്പാർട്ട്മെന്റ് കോസ്റ്റ്, അങ്ങനെ സെന്റൻസ് നമുക്ക് പറയാം അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയണം, ദിസ് അപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം അല്ലേ? മനസ്സിലാക്കണം, അതിന്റെ അർത്ഥം ഇതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഇത് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതേ മീനിങ് വരുന്ന വേറൊരു ഇതോട് പറഞ്ഞുതരാം, വൈറ്റ് എലഫന്റ്. അതേ മീനിങ് വരുന്ന ഒരു ഇഡിയം കൂടി പറഞ്ഞുതരാം, a white elephant. ഇതൊരു ഇഡിയമാണ്. അതേ മീനിങ് മോറോലെസ് സിമിലർ ആയിട്ടുള്ള ഇത് നമ്മൾ പറയില്ലേ, ദിസ് കാർ ഇസ് എ വൈറ്റ് എലഫന്റ്. ചില കാറുകളൊക്കെ എസ്പെഷ്യലി ഞാൻ പറയും ഡസ്റ്ററൊക്കെ, ഡസ്റ്ററിന്റെ ഒക്കെ പ്രത്യേകത എന്നറിയോ? പൈസ കൊടുത്ത്, നല്ല പൈസ കൊടുക്കി നമ്മൾ മേടിക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതായത് അത് എക്സ്പെൻസീവ് ആണ് ഓൾറെഡി, ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഫുൾ പൊസഷൻ. ഓൾറെഡി അത് എക്സ്പെൻസീവ് ആയ ഒരു കാറാണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ വീട്ടിലൊരു ആനയെ മേടിക്കാൻ മീൻസ് പ്രതാപം കാണിക്കാൻ കൊള്ളാം, പൈസ കഷ്ടപ്പെട്ട് പൈസ മുടക്കി മേടിക്കുക, എല്ലാ മാസവും അതിന് ചിലവ് എന്ന് പറഞ്ഞാൽ അതിലേറെ പൈസ പോകും. എന്നാൽ അതേ സമയത്ത് നമുക്ക് വലിയ യൂസ് ഉണ്ടോ അതേ കൊണ്ട് ഇല്ല താനും, കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നതിന് ഒരു കണക്കും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് എ വൈറ്റ് എലഫന്റ്. ഐരാവതം കൊണ്ടുള്ള ഗുണം അതാ പറയണേ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷെ കാണാൻ ഓടിക്ക് നിൽക്കാം, പക്ഷെ പൈസ മൊത്തം കയ്യിൽ നിന്ന് ഇറങ്ങും. അതാണ് വൈറ്റ് എലഫന്റ് എന്ന് പറയാം. ഇതേപോലത്തെ ചോദ്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ആൻ എക്സ്പെൻസീവ് ആൻഡ് യൂസ്ലെസ് പൊസഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോണം, an expensive and useless possession കേട്ടോ, യൂസ്ലെസ് പൊസഷൻ. അപ്പൊ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്, ഇതും മനസ്സിലുണ്ടായിരിക്കണം. പഠിക്കുമ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, അടുത്തത് സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം. at daggers drawn, at daggers drawn, deceiving somebody, without hope, friendly with each other, bitterly hostile. At daggers drawn. And a sentence കാണിച്ചു തരാം. Since that incident, they have been വീഡിയോ ജസ്റ്റ് ഒന്ന് മാറ്റാവേ. Since that incident,
Yeah, last year they have been daggers drawn to each other കൊണ്ട് കൊടുത്തേക്കാം. To each other. ഒരു സെന്റൻസിൽ വരുമ്പോൾ അതിന്റെ മീനിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുമല്ലോ. ഡിസീവിങ് സംബഡി ആണോ, they have been deceiving somebody ആണോ, they have been without hope ആണോ, they have been friendly with each other ആണോ, they have been hostile with each other ആണോ, എന്താ മീനിങ് വൈസ് നമുക്ക് കോണ്ടെക്സ്റ്റുവലി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എന്താ അർത്ഥം? ബിറ്റ് ഏർലി ഹോസ്റ്റൈൽ, തമ്മിൽ കണ്ട കിരിമ്പാമോ എന്ന് പറയില്ലേ, അതാണ് അർത്ഥം കേട്ടോ. ബിറ്റ് ഏർലി ഹോസ്റ്റൈൽ അറ്റ് ഡാഗർ സ്റ്റോൺ. കണ്ട അപ്പൊ കടാര കയ്യിൽ, കടാരാന്ന ഡാഗറിന്റെ അർത്ഥം. അപ്പൊ ഡാഗർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കടാര എറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക, വിമ്പി നിൽക്കുക. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്. എന്താണ് ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറഞ്ഞാൽ? ഡക്ക് അറിയാലോ, ഡക്കിന്റെ എന്താ പറയാ മസ്കുലിൻ ആണ് ഡ്രേക്ക് എന്ന് പറയുന്നത്. So duck and drakes. To play duck and drakes. To behave recklessly, to change places, to be friendly, to act cleverly. എന്താണ് to play ducks and drakes എന്ന് പറഞ്ഞാൽ? ഡക്ക് ഫെമിനിൻ ആണ്, ഡ്രേക്ക് മസ്കുലിൻ ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ, അതേ ഉള്ളൂ. അപ്പോൾ to play ducks and drakes എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെപ്പോഴും ഡക്കുകളെ പൊതുവെ പറയുന്ന ഇതെന്താണെന്നറിയോ, ഡക്കുകൾക്ക് പൊതുവെ നമ്മൾ കൊടുക്കുന്ന ഒരു വിശേഷണം വളരെ റെക്ലെസ് ആയിട്ടുള്ള ആൾക്കാരാന്നുള്ളതാണ്. റെക്ലെസ് അറിയാലോ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചു. കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ആണ് റെക്ലെസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ള, കെയർഫുൾ ആയിട്ടുള്ള എന്നാണ്. ദാറ്റ് മീൻസ് വളരെ എന്താ പറയാ, ടു ബിഹേവ് റെക്ലെസ്ലി ആണ് ഡ്രേക്സ് ആൻഡ് ഡ്രഗ്സ് കേട്ടോ. ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറഞ്ഞാൽ വളരെ കെയർലെസ് ആയിട്ടുള്ള, ഒട്ടും ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ദാറ്റ് മീൻസ് കുറച്ചൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, ഇനി ഇത് തന്നെ വേണമെന്നില്ല, ടു ഹാൻഡിൽ സംതിങ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ഹാൻഡിൽ സംതിങ് റെക്ലെസ്ലി അല്ലെങ്കിൽ കെയർലെസ്ലി അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ റെക്ലെസ് ആയിട്ട് അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും പറയാം സെയിം, യു ആർ പ്ലേയിങ് ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറയാം അല്ലേ. വളരെ കെയർലെസ് ആയിട്ട് ഒരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് എന്ത് പറയാം, മറ്റേ ടു പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറയാം. ഓക്കെ, അടുത്തോട്ട് പോവാം. അറ്റ് സിക്സ് ആൻഡ് സെവൻസ്, അറ്റ് സിക്സ് ആൻഡ് സെവൻസ്, അറ്റ് സിക്സ് ആൻഡ് സെവൻ. ആംഗ്രി, കൺഫ്യൂസ്ഡ്, ഡിഫിക്കൾട്ട്, ഇൻ എ ഹറി, സർപ്രൈസ്ഡ്. എന്താണ് അറ്റ് സിക്സ് ആൻഡ് സെവൻസ്? അല്ലേ, സിക്സ് ആൻഡ് സെവൻ എന്ന് കൺഫ്യൂസ് അല്ല ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഇതിന്, അതേ മീനിങ് വരുന്ന ഒരു ഇഡിയം കൂടെ പറയാം, അറ്റ് സീ അല്ലേ.
വി ആർ അറ്റ് 6s and 7s ഓൺ ദിസ് ടോപ്പിക്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി, ഓൺ ദിസ് മാറ്റർ, ഈ മാറ്ററിനെ പറ്റി ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. വി ആർ അറ്റ് 6s and 7s ഓൺ ദിസ് ടോപ്പിക്, അല്ലെങ്കിൽ വി ആർ അറ്റ് സി എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ് അല്ലേ. ചെറുത്താനും കടലിൽ നടക്കാന്നൊക്കെ പറയില്ലേ, പസിൽഡാന്ന് പറയില്ലേ, കൺഫ്യൂഷനിലാന്ന് പറയില്ലേ, അതേപോലെ പറഞ്ഞു വരാൻ അറ്റ് സി കേട്ടോ. അറ്റ് സിയുടെ സെയിം മീനിങ് ആണ്, ഇഡിയമാണ് ഇത് കേട്ടോ. അടുത്ത് നോക്കാം, റിമെയിൻ ന്യൂട്രൽ മീനിങ് വരുന്ന ഫ്രേസ്. വിച്ച് ഫ്രേസ് മീൻസ്, അതായത് ഏത് ഇഡിയത്തിനാണ് ഈ മീനിങ് വരുന്നത്? ടു മീനിങ് ഇതാണ്, ഫ്രേസ് ഇഡിയം ഏതാ നോക്കുക. ടു റിമെയിൻ ന്യൂട്രൽ, ടു ടേക്ക്, അത് മീൻസ് ടു റിഫ്യൂസ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ ഡിസ്പ്യൂട്ട്. ഒരു ഡിസ്പ്യൂട്ട് വരുന്നു, അവിടെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് സൈഡ്സ് ഒന്നും എടുക്കില്ല, ഈ സൈഡിലോ ആ സൈഡിലോ എടുക്കാതിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയും? അറ്റ് 6s and 7s എന്ന് പറയോ, സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്ന് പറയോ, ഗോ ടു ഡോഗ്സ് എന്ന് പറയോ, ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറയോ? എന്താണ് ഇതിന്റെ മീനിങ്? അല്ല, മീനിങ് വരുന്ന ഇഡിയം ഏതാണ്? സോറി, എന്താണ് മീനിങ് എന്നല്ല, മീനിങ് വരുന്ന ഇഡിയം ഏതാണ്? അറ്റ് 6s and 7s നമുക്ക് കട്ട് ചെയ്ത് കളയാം, കാരണം നമ്മളിപ്പോൾ തന്നെ അറ്റ് 6s and 7s പഠിച്ചു. ദാറ്റ്സ് നോട്ട് മീനിങ്. കാര്യം അർത്ഥം എന്താ? കൺഫ്യൂസ്ഡ് ആണെന്നാണ് അർത്ഥം അല്ലേ. ചില ആൾക്കാർ ന്യൂട്രൽ ആയിട്ടിരിക്കാന്നാണ് കൺഫ്യൂസ്ഡ് ആകുക എന്ന് ചിന്തിക്കും, പക്ഷെ അതല്ല. അതുകൊണ്ട് ഞാൻ അത് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ യു ഹാവ് 3 മോർ ഓപ്ഷൻസ്. സിറ്റിംഗ് ഓൺ ദ ഫെൻസ് ഉണ്ട്, പിന്നെ ഗോ ടു ഡോഗ്സ് ഉണ്ട്, ഹെർക്യൂലിയൻ ടാസ്ക് ഉണ്ട്. ഞാൻ അത് ഇഡിയം കളഞ്ഞ കാരണം നമ്മൾ ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തോളൂ. 6 and 7 ദാറ്റ് മീൻസ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ടു റിമെയിൻ ന്യൂട്രൽ അല്ലെങ്കിൽ ടു റിഫ്യൂസ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ ആയിട്ടിരിക്കുക ഇസ് നോട്ട് കൺഫ്യൂസ്ഡ്, അത് കൺഫ്യൂസ്ഡ് അല്ല. രണ്ടിടത്ത് സൈഡ് പിടിക്കാതിരിക്കുക, അങ്ങനെയാണ് ആ ഇഡിയം ഏതാണ്? വരാനുള്ള അർത്ഥം അല്ലേ? ഇതിന്റെ ആൻസർ വരുന്നത് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് ആണ് കേട്ടോ. യു ആർ സിറ്റിംഗ് ഓൺ എ ഫെൻസ് എന്ന് പറഞ്ഞതിനർത്ഥം യു ആർ റിമെയിനിങ് ഓർ യു റിമെയിൻ ന്യൂട്രൽ, ദാറ്റ് മീൻസ് യു റിഫ്യൂസ് ടു ടേക്ക് സൈഡ്സ് ഇൻ എ ഡിസ്പ്യൂട്ട് എന്നാണ്. ഇനി ഗോ ടു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഗോ ടു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ബി റൂയിൻഡ്, ആകെപ്പാടെ നശിച്ചു പോവുക, റൂയിൻഡ് ആകുക. അല്ലെങ്കിൽ എന്ന് പറയില്ലേ, മൈ ബിസിനസ് ഹാസ് ഗോൺ ടു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസ് മൊത്തം അല്ലേ, മൊത്തം പോയടാ, താറുമാറായി എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. റൂയിൻ, ബി റൂയിൻഡ്, അല്ലെങ്കിൽ ഇൻ എ അല്ലേ, ഇൻ എ വേഴ്സ് കണ്ടീഷൻ, ഇൻ എ വേഴ്സ് കണ്ടീഷൻ, ഭയങ്കര മോശമായ വഷളായ ഒരു അവസ്ഥയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഗോ ടു ഡോഗ്സ്. ഹെർക്കുലിയൻ ടാസ്ക് അറിയാലോ, ഇറ്റ്സ് ചാലഞ്ചിങ് ടാസ്ക്, അതാണ് അല്ലെ, ചാലഞ്ചിങ് വർക്ക് ആണ്, ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയെ, പണിയാണ് എന്ന് പറയില്ലേ, പണിയാണ് അല്ലെ, ചാലഞ്ചിങ് വർക്ക്. ഓൾറൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. അടുത്തോട്ട് പോലോ. ചൂ ദി സീനറി, അടുത്താണ് ചൂ ദി സീനറി. ടു ബ്യൂട്ടിഫൈ, ടു അണ്ടർസ്റ്റേറ്റ്, ടു മിസ്മാനേജ്, ടു ആക്ട് ഓവർലി ഇമോഷണൽ. എന്താണ് എന്താ പറയാ ചൂ ദ സീനറി? അണ്ടർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യുന്നതിനെ കുറച്ച് താഴ്ത്തി, ഓ അത് വലിയ അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യുക. ചിലപ്പോൾ നല്ല സിനിമയായിരിക്കും, അതിന് നമ്മൾ അണ്ടർസ്റ്റേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി ഡു ഇസ് അതിനെ പ്രാധാന്യം കുറയ്ക്കുക ചെയ്യുന്നത്, ദാറ്റ് ഇസ് അണ്ടർസ്റ്റേറ്റ് ചെയ്യുക. ബ്യൂട്ടിഫൈ ചെയ്യുക, നല്ല മനോഹരമാക്കുക. മിസ്മാനേജ് ചെയ്യുക, കൊളമാക്കുക, അല്ലെ ഒരു കാര്യത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാതെ വളരെ മിസ്മാനേജ് ചെയ്യുമ്പോൾ മോശമായിട്ടിരിക്കുകയാണ്. ആൻഡ് ആക്ട് ഓവർലി ഇമോഷണൽ, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുക, ദാറ്റ്സ് ഇറ്റ്. എന്താണ് ചൂ ദ സീനറി എന്ന് പറഞ്ഞാൽ? ഇഡിയം ചോദിച്ചിട്ടുണ്ട് നേരത്തെ, PYQ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിലാണെന്ന് ഞാൻ പറയില്ല, ഹൈക്കോർട്ടിലല്ല കേട്ടോ. ഹൈക്കോർട്ടിൽ കറക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. നേരത്തെ വേറെ എക്സാമുകൾക്ക് നമുക്ക് ഇഡിയം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഇത്ര ഇഡിയം അല്ല, നിങ്ങൾക്ക് എത്ര ഇഡിയം കിട്ടുമോ അതെല്ലാം നിങ്ങൾ പഠിച്ചോളൂ. എല്ലാ ഇഡിയംസും പഠിക്കുമ്പോൾ ഓർത്തോണം, ഇന്ന ഇഡിയം തന്നെ വരുന്നില്ല, ഏത് വേണമെങ്കിലും ചോദിക്കും, കാരണം കുറേ ഇല്ല, ഇന്ന ബുക്കിൽ നിന്ന് ചോദിക്കുന്നില്ല. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഇനി ഒരു പെർട്ടിക്കുലർ ഇത് രീതിയിൽ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഓൾ ദ ഡിഫറെന്റ് എക്സാംസ്. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ ഏതിൽ നിന്ന് വന്നാലും നമുക്കൊരു ഗുണം ചെയ്യില്ല. അതുകൊണ്ടാണ് ഇന്നൊരു പാറ്റേണിൽ ഫോളോ ചെയ്ത് പോകുന്നതല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം. അതുകൊണ്ട് ചൂ ദ സീനറി. ഹിയർ വി ഗോ. എന്താണ് ചൂ ദ സീനറി? ഓവർലി ഇമോഷണൽ ആവുക, അതാണ് ആൻസർ കേട്ടോ. ഓവർലി ഇമോഷണൽ ആവുക, അതാണ് ചൂ ദ സീനറി. ഇഫ് യു ചൂ ദ സീനറി ദാറ്റ് മീൻസ് യു ആർ ബിക്കമിങ് ഓവർലി ഇമോഷണൽ, ഭയങ്കര ഓവറായിട്ട് ഇമോഷണൽ ആവുന്നതിനാണ് നമുക്ക് എന്താ പറയുക, അല്ലാണ്ട് അല്ലേ കരച്ചിൽ നിർത്താൻ പറ്റണില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, ഐ തിങ്ക് ഐ എം ചൂയിങ് ദ സീനറി എന്ന് പറയും. ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് ഓവർലി ഇമോഷണൽ, അതാണ്. ഓക്കെ, അടുത്തത് ക്രോക്കഡൈൽ ടിയേഴ്സ്. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആ ക്രോക്കഡൈൽ ടിയേഴ്സ്.
ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ക്രൊക്കഡൈൽ ടിയേഴ്സ് അല്ലേ. ചില സമയത്ത് നമ്മൾ മുതലക്കണ്ണീർ, മലയാളത്തിൽ പറയും മുതലക്കണ്ണീർ. മുതലക്കണ്ണീർ ഇസ് എ കോമൺ വേർഡ് അല്ലേ, വളരെ കോമൺ ആയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് തകർക്കുന്ന ഒരു ഇഡിയമാണ് മുതലക്കണ്ണീര്. അതിന് പ്രത്യേകിച്ചൊരു എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷന്റെ പോലും ആവശ്യമില്ല അല്ലേ, ഇൻട്രൊഡക്ഷന്റെ പോലും ആവശ്യമില്ല, ബിക്കോസ് ദാറ്റ്സ് സോ കോമൺ ആണല്ലോ പറയാം. ഫോൾസ് ടിയേഴ്സ് വേറെ ഒന്നുമല്ല, ഫോൾസ് ടിയേഴ്സ് അല്ലാതെ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ അല്ല, ടോട്ടലി ഡിഫറെന്റ് അല്ല, ഓഫ് ലെസ് ബോത്തും അല്ല, അർത്ഥം ഫോൾസ് ടിയേഴ്സ് അല്ലേ, കള്ളത്തരത്തിലുള്ള കള്ളക്കരച്ചിൽ, അതിനെയാണ് മുതലക്കണ്ണീര്. ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫോൾസ് ടിയേഴ്സ്, ഓക്കെ എന്ന് പറയില്ല. അടുത്ത നോക്കി, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുവേ. ഇങ്ങനത്തെ ക്വസ്റ്റൻസിന്റെ പ്രത്യേകത ഈസ് ഇഡിയത്തിന്റെ മീനിങ് ചോദിക്കില്ല, ചിലപ്പോൾ 4 ഇഡിയം തന്നിട്ട് നിങ്ങളോട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇഡിയം വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറയും. സോ ദ ചീഫ്സ് അൺഎക്സ്പെക്ടഡ് പ്രൈസ് റിയലി ഗേവ് മൈ ഫ്ലോണ്ടറിംഗ് പ്രോജക്ട് ഡാഷ്, എ ബാഡ് ആപ്പിൾ, zero tolerance, a shot in the arm, 40 wings. ഇതെല്ലാം മീഡിയംസ് ആണ്, 4 മീഡിയംസ് ആണ്. എ ബാഡ് ആപ്പിളും, സീറോ ടോളറൻസും, എ ഷോട്ട് ഇൻ ദ ആമും അതുപോലെ 40 വിങ്സ് ഒക്കെ ഇഡിയമാണ്. സോ വാട്ട് ഐ നീഡ് ഇസ്, ഇതിൽ ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇഡിയം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഫ്ലോണ്ടറിംഗിന്റെ അർത്ഥം അതുകൂടെ പറയാം. ഫ്ലോണ്ടറിംഗിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഫ്ലോണ്ടറിംഗ് പ്രോജക്റ്റ്. എന്താ ഫ്ലോണ്ടറിംഗിന്റെ അർത്ഥം? ഫ്ലോണ്ടറിംഗ് മീൻസ് ഗ്രോവിങ്, ഫ്ലറിഷിങ്, ഗ്രോവിങ്, ഡെവലപ്പിംഗ് എന്നൊക്കെ പറയില്ലേ, വളർന്നുകൊണ്ടിരിക്കുന്ന, അതാണ് ഡെവലപ്പിംഗ്, ഫ്ലറിഷിങ്, ത്രൈവിങ്, അതൊക്കെ ഇതിന്റെ സിനോണിംസ് വരും കേട്ടോ. അതാണ്. ഇനി ഓരോന്നിന്റെ മീനിങ് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. A bad apple എന്ന് പറഞ്ഞാൽ somebody who causes problems അല്ലെ. ബാഡ്, he's a bad apple means he's one who causes, പറയാം, one that causes, one വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഇവിടെ that കൊടുക്കാൻ പറ്റും. One that causes problems, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആള് എന്ന് വിളിയും ബാഡ് ആപ്പിൾ. he's a bad apple എന്ന് പറയും കേട്ടോ. ഓക്കെ, പിന്നെ സീറോ ടോളറൻസ് ആണ്, സീറോ ടോളറൻസ് പോളിസിയാണ് നമ്മുടെ കമ്പനിയിൽ. സീറോ ടോളറൻസ് പോളിസിയാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നോട്ട് അലൗവിങ് എനി വയലേഷൻ ഓഫ് ലോ കേട്ടോ. നോട്ട് അലൗവിങ് എനി വയലേഷൻ ഓഫ് ലോ. സീറോ ടോളറൻസ് പഠിച്ചു വെച്ചു, നമുക്ക് ഇതിന്റെ ആവശ്യം വരും കേട്ടോ. സീറോ ടോളറൻസ് മീൻസ് നോ പ്രൊവിഷൻ ഫോർ എനി വയലേഷൻ ഓഫ് ലോ. അതാണ് സീറോ ടോളറൻസ്. പിന്നെ 40 വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 40 വിങ്സ്, എ കാറ്റ്നാപ്പ്, ചെറുതായിട്ടൊരു ഉച്ചമയക്കം, അതിനെയാണ് 40 വിങ്സ്. ഉച്ചമയക്കം അല്ല, വെറും മയക്കം കേട്ടോ. ഈ കാറ്റ്നാപ്പ് എന്ന് പേരിടാനുള്ള കാരണം പൂച്ച എങ്ങനെയല്ല ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങും, ആ ഒരു ഇതിനാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, എ കാറ്റ്നാപ്പ്. ഇനി ഇവിടെ ഇത് പറയുമ്പോൾ വേറൊരു എണ്ണം കൂടെ പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് എന്താ പറയാ, എ ബാഡ് എഗ്. എന്താ ഞാൻ അതുകൂടെ പറയാൻ കാരണം എന്നറിയോ? എ ബാഡ് എഗ്. ഇപ്പൊ ബാഡ് ആപ്പിൾ പറഞ്ഞുള്ള ബാഡ് എഗ്, അത് നിങ്ങൾക്ക് ഒരു രണ്ടാണെന്നുള്ളതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ദാറ്റ് കോസസ് പ്രോബ്ലംസ് ആണ്. പക്ഷെ ബാഡ് എഗ് എന്ന് പറഞ്ഞാൽ എന്താ നിർത്തി? എ ബാഡ് എഗ് നമ്മൾ പറയില്ലേ, ഒട്ടേറെ ഒരു ബാഡ് എഗ് മതി അതിനെ മൊത്തത്തിൽ കുളവാക്കാനൊക്കെ നമ്മൾ പറയില്ലേ. സോ ബാഡ് എഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അർത്ഥം, ഡിസ്ഓണസ്റ്റ് പേഴ്സൺ. ഒരു മനുഷ്യൻ മതി അല്ലേ, ഒരു ചതിയം മതി നമ്മുടെ കമ്പനിയിൽ മൊത്തത്തിൽ കളവാക്കാന്ന് പറയാം, ഡിസ്ഓണസ്റ്റ് പേഴ്സൺ. അതാണ് ബാഡ് എഗ് പറയാം. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ വൺ ദാറ്റ് കോസസ് പ്രോബ്ലംസ്. അപ്പൊ ആൻസർ കിട്ടിയാൽ ഇവിടെ ഷോർട്ട് ഇൻ ദ ആം. ഷോർട്ട് ഇൻ ദ ആം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ബൂസ്റ്റ്, ഒരു എൻകറേജ്മെന്റ്, അതാണ് അർത്ഥം കേട്ടോ. ദ ചീഫ്സ് അൺഎക്സ്പെക്ടഡ് പ്രൈസ് റിയലി ഗേവ് മൈ ഫ്ലോണ്ടിങ് പ്രോജക്ട് എ ബൂസ്റ്റ്. അല്ലെങ്കിൽ എന്ത് പറയും? ഒന്നെങ്കിൽ എ ബൂസ്റ്റ്, അല്ലെങ്കിൽ ആൻ എൻകറേജ്മെന്റ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മീനിങ് അതാണെന്നുള്ളവരെ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇന്ന് ഇവിടെ തന്നെ നമ്മളൊരു 5 ഇഡിയം പഠിച്ചു, 5 ഇഡിയത്തിന് മീനിങ് പഠിച്ചു. അതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവിടെ ഉപയോഗിക്കേണ്ടത് ഷോർട്ട് ഇൻ ദ ആം ആണ്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഡൗട്ട് ഇല്ലല്ലോ, എല്ലാം ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തോട്ട് പോകാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ കേട്ടോ. അതിൽ ഡൗട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നോക്കി വിടണം, എന്നാലേ ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതിലോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഫൈൻഡ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ.
to take off, to be indifferent, different, to disclose, to lose one's temper. To fly off the handle, to take off, to be indifferent, to dislocate, to lose one's temper. എന്താണ് to fly off the handle എന്ന് പറഞ്ഞത്? നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചു പോയായിരുന്നോ എന്നൊന്ന് ആലോചിച്ച് വെക്കുള്ളൂ. to fly off the handle. നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ ഇതെന്താന്ന്? ഞാൻ പറഞ്ഞേ ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് പറഞ്ഞ എന്താ അർത്ഥം? ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് എന്ന് ഞാൻ പറഞ്ഞു, കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലേ? ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ, അതിനാണ് അർത്ഥം. ഗെറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ, അതാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് പറയാം. അതുപോലെ ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്, കയ്യിൽ നിന്ന് പോവുക. ദാറ്റ് മീൻസ് ടു ലൂസ് ടെമ്പർ അല്ലേ? ടു ലൂസ് വൺസ് ടെമ്പർ, കയ്യിൽ നിന്ന് പോവുക, അത് തന്നെയല്ലേ അർത്ഥം? സെയിം മീനിങ്. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് കയ്യിൽ നിന്ന് പോവുക. അത് വെച്ചാൽ ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡ് ഒരാളുടെ ടെമ്പർ കയ്യിൽ നിന്ന് പോവുക, അതാണ്. മറ്റേത് ടു ഗെറ്റ് ഔട്ട് ഓഫ് എന്താ പറയുക, ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അല്ല വേറൊരു കൂടെ എടുത്തുകൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാതിരിക്കുക, അങ്ങനെയും പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, ലിറ്ററലി പറയില്ലേ എന്താ ലൂസ് വൺസ് ടെമ്പർ, അതാണ് അർത്ഥം. സോ ഇതാണ് അർത്ഥം. സോ പിന്നെ ടു ബി ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെൻസിറ്റീവ് ആവുക, പ്രത്യേകിച്ച് ഒരു നിർവികാരതയോടെ ഇരിക്കുക. ടേക്ക് ഓഫ് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക പറയില്ലേ, എന്താ ലാൻഡിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഡിസ്ലൊക്കേറ്റ് ചെയ്യുക, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് ലൊക്കേഷൻ മാറുക എന്നൊക്കെ പറയും അല്ലേ, ദാറ്റ്സ് ഇറ്റ് കേട്ടോ, സ്ഥലം മാറുക, ദാറ്റ്സ് ഇറ്റ്. അടുത്ത്, ഐ കനോട്ട് ട്രസ്റ്റ് മൈ ഫ്രണ്ട് ആസ് ഹി ഈസ് ഷുവർ ടു സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഡിയമാണ്. റിവീൽ സീക്രറ്റ്സ്, മേക്ക് ട്രബിൾ, ക്രിയേറ്റ് കൺഫ്യൂഷൻ, സ്പെൻഡ് മണി ലാവിഷ്ലി. സ്പിൽ ദ ബീൻസ്, എന്താണ് സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ? സ്പിൽ ദ ബീൻസ്, ഇതും ഒരുപാട് വട്ടം അല്ലെ, ഇത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഇതേ മീനിങ് വരുന്ന വേറൊന്നും പറഞ്ഞുതരാം. ലെറ്റ് cat out of the bag, സെയിം മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് ലെറ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതേ മീനിങ് വരുന്ന ഇഡിയം, സെയിം മീനിങ്. എന്താ അർത്ഥം? ടു റിവീൽ സീക്രറ്റ്സ് അല്ലെ, എന്തെങ്കിലും ഒരു സീക്രട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ, അത് റിവീൽ ചെയ്യുന്നതിനെ പറയുന്നതാണ് സ്പിൽ ദ ബീൻ, സ്പിൽ ദ ടീ, ലെറ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നൊക്കെ പറയും കേട്ടോ. നോട്ട് മേക്ക് ട്രബിൾ, ക്രിയേറ്റ് കൺഫ്യൂഷൻ ഒന്നും അല്ല. സ്പിൽ ദ ബീൻസ്, ലെറ്റ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓക്കെ, കോമൺ എക്സ്പ്രഷൻ ആണ്, ഒരുപാട് വട്ടം പഴയ കാലമായിട്ട് കുറേ കാലങ്ങളായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ബാഗ് ആൻഡ് ബാഗേജ്. ചിലർ തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇത്, യൂസേജിൽ പറച്ചിലൊക്കെ ചിലർ ബാഗ് ആൻഡ് ബാഗേജസ് ഇല്ല, ബാഗ് ആൻഡ് ബാഗേജ് എന്നാണ് ഈ ഇഡിയം. അതിന് ബാഗേജിന് എന്തില്ല, പ്ലൂറൽ ഇല്ല. ബാഗേജ് ലഗേജ് ഒക്കെ അൺകൗണ്ടബിൾ ആണ്. ലഗേജ് ലഗേജസ് ഇല്ല, ലഗേജ് അൺകൗണ്ടബിൾ. സെയിം വേ ബാഗേജസിൽ ബാഗേജസ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് അൺകൗണ്ടബിൾ കേട്ടോ. സോ ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾ ദ ക്ലോതിങ്, ലീവ്, അല്ലെങ്കിൽ ചൂസ് എനി ബിലോങ്ങിങ്, സോറി വിതൗട്ട് എനി ബിലോങ്ങിങ്, അല്ലെങ്കിൽ വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്. എന്താണ് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറയാം? ബാഗ് ആൻഡ് ബാഗേജ് മലയാളത്തിൽ നമ്മൾ അതിന് പറയും, മലയാളത്തിൽ നമുക്കൊരു യൂസേജ് ഉണ്ട് ഇതിന്. ബാഗ് ആൻഡ് ബാഗേജിന് മലയാളത്തിൽ ഒരു ഇഡിയം ഉണ്ട്. അറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന് പരിചയം ഉണ്ടെന്ന് എനിക്കല്ല. കൂടും കുടുക്കയെന്ന് പറയും അതിന്.
കൂടും കുടുക്കെടുത്ത് ഇറങ്ങിക്കോ നീ എന്ന് പറയും. നമ്മുടെ ഇതും ഇഡിയമാണ്, മലയാളത്തിലുള്ളതും ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഈ പഴയ സിനിമകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇഡിയമാണ് ഇത് മലയാളത്തിൽ. അപ്പൊ ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിത്ത് ഓൾ വൺസ് ബിലോങ്ങിങ്സ്, എല്ലാം അല്ല, നിന്റെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് ഇറങ്ങിക്കോ, അതാണ് ബാഗ് ആൻഡ് ബാഗേജ്. വിത്ത് ഓൾ ബിലോങ്ങിങ്സ്, വിത്ത് വൺസ് ഓൾ ബിലോങ്ങിങ്സ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ബാഗ് ആൻഡ് ബാഗേജ്. ഓക്കെ. I always break and drop things. I'm labeled as dash, black sheep, butterfinger, born with a silver spoon in mouth, anarchist. ഇത് PSC ഒരു തവണ ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. ഞാൻ എപ്പോഴും എന്ത് ചെയ്യും, സാധനങ്ങൾ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം എന്നെ എന്ത് വിളിക്കാം? ബ്ലാക്ക് ഷീപ്പ്. ഇങ്ങനെയുള്ള ഒരു ഇഡിയം എന്താണ്, മീനിങ് എന്താണ്? മീനിങ് അനുസരിച്ചുള്ള ഇഡിയം എന്താണ്? ബ്ലാക്ക് ഷീപ്പ് എന്നാണോ, ബട്ടർ ഫിംഗർ എന്നാണോ, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്നാണോ, അല്ലെങ്കിൽ അനാർക്കിസ്റ്റ് എന്നാണോ? അല്ല, നമുക്ക് ഒരു കാര്യം ലിറ്ററലി മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ എന്ത് പറയില്ല, അനാർക്കിസ്റ്റ് എന്ന് പറയില്ല. സോ ദാറ്റ് ഈസ് എന്ത് പറയാ, അത് നമുക്ക് ഇവിടെ ഓൾറെഡി കളയാം. കാരണം അനാർക്കിസ്റ്റ് നമുക്ക് വൺ വേർഡ് ആയിട്ട് നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്ന. സോ ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ എന്ന് നമുക്കറിയാം. അതല്ല അല്ലേ? കാരണം അത് അനാർക്കിസ്റ്റിന് വേറെ അനാർക്കിസ്റ്റിന്റെ മീനിങ് അറിയില്ലേ? എന്താണ് അനാർക്കിസ്റ്റിന്റെ മീനിങ്? വൺ വേർഡ് അനാർക്കിസ്റ്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ലോഫുൾ ഗവൺമെന്റിനെതിരെ, ലോലെസ്നെസ്സിനോട് താല്പര്യപ്പെടുന്ന ആൾ അല്ലേ? അഗൻസ്റ്റ്, വൺ ഹു ഇസ് അഗൻസ്റ്റ് ലോഫുൾ ഗവൺമെന്റ്. നിയമപരമായിട്ടുള്ള ഗവൺമെന്റിന്, ലോഫുൾ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള നിയമത്തിനെതിരെയുള്ള ആൾക്കാരാണ് അല്ലെ? ലോഫുൾ ഗവൺമെന്റിനെതിരെയുള്ള ആളെ നമുക്ക് അനാർക്കിസ്റ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ലവ്സ് ലോലെസ്നെസ്, നിയമമില്ലായ്മ, അതിനോട് ഓർഡർലെസ് അല്ലേ, ഓർഡർ അങ്ങനെ ഇതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. ഇനി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ആർ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ, ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ് യു ആർ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോൺ ഇൻ എന്താ പറയാ, ഹാവ്, അല്ലെങ്കിൽ എന്താ പറയാ, ഹാവ് എ പ്രിവിലേജ്ഡ് അപ്ബ്രിങ്ങിങ്. നമ്മൾ പറയാറില്ലേ, പെട്രാർക്കൽ സൊസൈറ്റി നമ്മൾ എപ്പോഴും പറയും ദേ ആർ ബോൺ, ഈ ഇവന്മാരൊക്കെ ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് പറയും അല്ലെ, വലിയ പൈസക്കാരാന്ന് പറയില്ലേ, ബോൺ വിത്ത് സിൽവർ സ്പൂൺ. ഹാവ് എ പ്രിവിലേജ് അപ്ബ്രിങ്ങിങ്. പൈസക്കാരായിട്ട് കുടുംബത്തിൽ ജനിക്കുക, അതാണ് കേട്ടോ അർത്ഥം. അല്ലെങ്കിൽ എല്ലാ പ്രിവിലേജോടും ജീവിക്കുമ്പോഴാണ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്ന് പറയാം കേട്ടോ. നമ്മൾ ഈ സിനിമാ നടന്മാരിലൊക്കെ പറയില്ലേ, സിനിമാ നടന്മാരുടെ മക്കൾ, നമ്മൾ നെപ്പോ കിഡ്സ് പറയില്ലേ, അതൊരു ഈ ഒരു കണക്ട് ചെയ്ത് പറയുന്ന രീതിയിലാട്ടോ. ആൻഡ് യെസ്, ബ്ലാക്ക് ഷീപ്പ്. എന്താ ബ്ലാക്ക് ഷീപ്പിന്റെ അർത്ഥം? അല്ലെ, ഹീസ് എ ബ്ലാക്ക് ഷീപ്പ് ഓഫ് എ ഫാമിലി, ഓർ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് ആയി എന്ന് പറഞ്ഞാൽ ഓഡ് വൺ അല്ലെ. ചില ആൾക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം ഉള്ള ആൾക്കാരാണ്, ദേ ആർ ഓഡ് വൺ. അപ്പൊ ഓഡ് വണ്ണിനെ എപ്പോഴും നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്തി, അവർക്കൊരു ദേ ആർ ഡിഫറെന്റ് ഫ്രം അതർ പീപ്പിൾ, അതൊരു ബ്ലാക്ക് ഷീപ്പ്. നോട്ട് എ നെഗറ്റീവ് വേർഡ്, നെഗറ്റീവ് വേർഡ് ആയിട്ട് ബ്ലാക്ക് ഷീപ്പിന് ഉപയോഗിക്കില്ല. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, എല്ലാവരിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ദാറ്റ്സ് ദേ ആർ ഓഡ് വൺ. അവരുടെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആണ്. അങ്ങനെ. ഇനി ബട്ടർ ഫിംഗർ ആണ് ഈ പറഞ്ഞ കാര്യം അല്ലെ. ബട്ടർ ഫിംഗറിന്റെ കയ്യിൽ ബട്ടർ ആണ്, എന്താ പ്രശ്നം? കയ്യിൽ നിന്നെല്ലാം തെന്നി വഴുതി പോകും. ദാറ്റ്സ് ഇറ്റ്. ഐ ഓൾവേസ് ബ്രേക്ക് ആൻഡ് ഡ്രോപ്പ് തിങ്സ്. വളരെ യു ആർ എ ബട്ടർ ഫിംഗർ എന്ന് പറഞ്ഞാൽ യു ഓൾവേസ് ഡ്രോപ്പ് ആൻഡ് ബ്രേക്ക് തിങ്സ് എന്നർത്ഥം. ചില സമയത്ത് അതിന് കെയർലെസ്നെസ് എന്നൊക്കെ പറയാം, എന്നാലും ഒരു ടു ബി അക്യുറേറ്റ് ഇതിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ അല്ലേ? സമയം പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സോ ലെറ്റ്സ് മൈൻഡ് ഇറ്റ് അപ്പ്. അപ്പോൾ നമുക്ക് നിർത്താം. നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട്, മറ്റൊരു ക്ലാസ്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. സോ അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം വേറെ ക്ലാസ് ആയിട്ട്. അപ്പോൾ ഇഡിയംസ് ഇത്രമാത്രം പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അല്ലെ ഇനിയുള്ള വൊക്കാബുലറി സെഷൻസിൽ കണ്ടിന്യൂ ചെയ്ത് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തു പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ഓക്കെ, ബൈ.